ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിനാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് ആരതി, ഇത് ആമി, ഇത് ലച്ചു, പിന്നെ ബാക്കി എല്ലാം എന്തോ അവിടെ ഇവിടെയൊക്കെ വണയിലും പണയിലും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇത് കാണുന്നുണ്ടോ? പിന്നെ ഇവിടെ എൻ്റെ പരിചയം എന്ന് പറയുമ്പോൾ കുഞ്ഞിലേ മുതലേ എൻ്റെ പരിചയമാണ്. അതായത് ഞാൻ LKG പോയപ്പോൾ ഇവളും ഞാനും ഒത്താണ് പോയത്. അന്നൊക്കെ എനിക്ക് ബെഡ് ശത്രുവായിരുന്നു അൽഫി. പിന്നെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതാണ് എൻ്റെ സ്റ്റോറി. പിന്നെ അവളെ കല്യാണം, എൻ്റെ കല്യാണത്തിന് എന്തായാലും എനിക്ക് ഒരുങ്ങാനും എൻജോയ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്നത് അവളെ കല്യാണം, പിന്നെ ആമിയുടെ കല്യാണം, ലച്ചുവിൻ്റെ കല്യാണം. പിന്നെ അങ്ങനെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എനിക്ക് ക്ലോസ് ആയിട്ടുള്ള 12 വരെ പറയേണ്ടി വരും. അങ്ങനെ 12 പേര് ഇല്ലേ അങ്ങനെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കല്യാണത്തിന് എനിക്ക് അത്രയും പൊളിക്കണം എന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, സന്തോഷവതിയാണ്. എനിക്ക് സന്തോഷം വിഷമം എന്തൊക്കെ ഉണ്ട് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു, പിന്നെ നീ എന്ത് ഇടയ്ക്കുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഹൈമയുടെ ചാനലൊക്കെ എല്ലാവരും കാണണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വോയിസ് കട്ട് ചെയ്തിട്ടില്ല, പിന്നെ ഗൈസ് അവളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറച്ച് വാഴയിലയും ചേമ്പലയും പിന്നെ റബ്ബറിൻ്റെ ഇലയുടെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാ അൽഫി കണ്ടു, ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ ഗൈസ് നിങ്ങൾ. ഗൈസ്, നമ്മൾ ആഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ആഡിറ്റോറിയത്തിൻ്റെ അകത്ത് കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് ബഹളം വയ്ക്കാനുണ്ട്, കുറച്ച് പയ്യന്മാരെ നമ്മൾ വന്ന ഉടനെ അതെ, നമ്മൾ വിഷമം കണ്ടോ നിങ്ങൾ? നമ്മൾ വന്ന ഉടനെ എന്താണ് അൽഫീനെ കാണാനും അവളെ ഫോട്ടോഷൂട്ട്, പിന്നെ നമ്മൾ കുറേ ഫോട്ടോ എടുക്കാനുണ്ട്, സംഭവം അങ്ങനെയൊക്കെയാണ് വന്നത്. ഇനി നമ്മൾ ആഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറി പയ്യന്മാരെയും പിന്നെ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നല്ല വിശപ്പുണ്ട്, ഇന്ന് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു വക തിന്നാതെ വന്നു. ഇപ്പം നമ്മൾ 10 മണിക്ക് എത്തി. ഇപ്പം ബിരിയാണി റെഡിയായി വരണതേ ഉള്ളൂ. റെഡിയായില്ല. 12 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം കണ്ടാണ് എൻഗേജ്മെൻറ്റ്. അപ്പം നമ്മൾ അതുവരെ പട്ടിണിയാണ് ഗൈസ്. ഇതൊന്നും ഞാൻ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളല്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം, നമ്മളിങ്ങനെ വരുന്നത്, ഇങ്ങനെ കുളിക്കുന്നു ഒക്കെ. പിന്നെ അതിൻ്റെ കല്യാണം 10 വയസ്സാവും ഗൈസ്. എനിവേ നമുക്ക് ഓഡിറ്റോറിയം കാണാം. ഇവിടെ 2 ഫ്ലോറാണ് ഈ ഓഡിറ്റോറിയത്തിനുള്ളത്. പക്ഷേ മുകളിലത്തെ ഫ്ലോറിൽ 24-ൻ്റെയോ റിപ്പോർട്ടർ ചാനലിൻ്റെയോ എന്തോ ഒരു പ്രോഗ്രാമിന് സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ താഴെയാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആളുകളൊക്കെ ഒന്ന് തുടങ്ങി നമ്മൾ മുന്നേ വന്നു. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ മുന്നേ വരും ഗൈസ്. ഏറ്റവും സ്നാപ്പോളിയാണ് ഗൈസ്. നമ്മളിപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ഗൈസ്. ആമിന ഇപ്പോൾ സഡൻലി ഒരു ലൈൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. സെറ്റ് ആയിട്ടില്ല, സെറ്റ് ആവും എന്നുള്ള ഇതിലാണ്. അപ്പോൾ അവൾ നമ്മളെന്നൊക്കെ മാറി ഇരുന്ന് സൊള്ളുകയാണ് ഗൈസ്, സൊള്ളുകയാണ്. ആമിനയുടെ വാപ്പായും ഉമ്മായി ഇത് കാണുന്നുണ്ടെങ്കിൽ ഉടനെ എല്ലാ വിശദ വിവരങ്ങൾക്കും ഹൈമായ ബന്ധപ്പെടേണ്ടതാണ്. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്, എല്ലാവരും വന്ന് പിന്നെ അവൾക്ക് നല്ല ടെൻഷനുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അവളെ മുഖം കാണുമ്പോഴേ മനസ്സിലാവും അവൾക്ക് എന്താവും, എങ്ങനെ ചിരിക്കണം, എങ്ങനെ മിണ്ടണം എന്നുള്ള ടെൻഷനാണ്. പിന്നെ അതൊക്കെ സെറ്റാക്കി അവൾ ഇപ്പം ശരിയായി. ഇനി നിങ്ങൾ കാണുന്നത് എപ്പോഴത്തെയും പോലെയുള്ള നിങ്ങളുടെ ചെറിയ ചെറിയ പരിപാടീസാണ്. ഫോട്ടോ എടുക്കലും, റീൽ എടുക്കലും, അതുപോലെ സ്റ്റോറി ആക്കാനുള്ള വീഡിയോ എടുക്കലും, അങ്ങനെ കുറച്ച് പരിപാടീസാണ്. ഇതാണ് എൻ്റെ എക്സ്ട്രീം കംഫർട്ട് സോൺ. ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് എനിക്ക് വേറൊരു കംഫർട്ട് സോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഗൈസ്. യൂട്യൂബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഉള്ള ഗതികേടാണ് നിങ്ങൾ കാണുന്നത്. ഫുഡ് മുമ്പിലിരുന്നാലും നമ്മൾ വീഡിയോ ഇടാനുള്ളതുകൊണ്ട് സഹിക്കേണ്ടി വരും. കണ്ട ഇവരൊക്കെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നത് കണ്ടു ഗൈസ്. ഞാനിവിടെ നോക്കിയിരിക്കുന്നേ ഉള്ളൂ, നിങ്ങളോട് പറഞ്ഞിട്ടാണ് എനിക്കിരുന്നത്. ഇനി നിങ്ങൾ കാണുന്നത് എൻ്റെ പ്രഹസനങ്ങളാണ് ഗൈസ്. ഈ പ്രഹസനങ്ങൾ കൊണ്ട് വേണം എനിക്കിന്ന് റീലിടാൻ. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരിക്കലും മിസ്സാക്കാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ.